ഈ വിഷം കലർത്തി ഉണ്ണിയപ്പം മാത്രമേ ഈ നശിച്ചവള് കഴിക്കാവുള്ളേ. മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഇത്. അമ്മ തന്നെ ഉണ്ടാക്കിയതാ. ഞാൻ പലഹാരം വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ രാധമ്മ സമ്മതിച്ചില്ല. മുഴുവൻ പലഹാരങ്ങളും രാധമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഉണ്ണിയപ്പം എനിക്കിഷ്ടം, ഞാനെടുത്ത് കഴിക്കുവേ. ദൈവമേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളൂ. ശ്രീ കഴിക്കും. ഏയ്, ഹരിശേട്ടന് വേണ്ടേ? വേണ്ട, അമ്മ പൊന്നുമോക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ, കഴിച്ചോ. ഞാൻ വേറെ പലഹാരം കഴിച്ചോളാം. ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം. ഇതാണ് ഇവര് തമ്മിലുള്ള കെമിസ്ട്രി. ചില പെരച്ചാഴിയെ പോലെയാണല്ലോ. വിഷം കഴിച്ച ചാവുമില്ല. ഇനി അംബികയ്ക്ക് മരുന്നുമല്ലോ മാറിപ്പോയതാണോ? വേണുവേട്ടന് ഓൾറെഡി അപ്പൂപ്പന, വീണ്ടും അപ്പൂപ്പനാവാൻ പോകുന്നു. ഞാൻ ഇനി എന്നാണാവോ ഒരു അപ്പൂപ്പനാവാൻ പോകുന്നത്? ഇത് ഇവരോടൊക്കെ എങ്ങനെ പറയുക? എന്തായാലും ഞാൻ പറയില്ല. ഞാനൊരു പ്രാവശ്യം പറഞ്ഞതാ, അവരെന്നെ കളിയാക്കി വിട്ടു. എന്നാ പിന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. രാജു, നീ മോളെ കൂടി ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്. വാ. എന്താ ശേഖരൻ സാറേ? അതെ, ഉടനെ എങ്ങാനും നിങ്ങളുടെ വളകാപ്പ് നടക്കുമെന്ന ഞങ്ങളുടെയൊക്കെ സംശയം. എടാ, ഏട്ടൻ ഉടനെ ഒരു പേരക്കുട്ടി വേണമെന്ന്. ഇവക്കെന്താ ഒന്നും പറ്റാത്തത്? അയ്യോ, എന്തോ വേദനിക്കുന്ന പോലെ. ഹരീഷ്, വേദനിക്കുന്നു. വേദനിക്കുന്നു ഹരീഷ്. ശ്രീ, ശ്രീ, അമ്മ, ഹരീഷ്. ശ്രീ, ശ്രീ. എന്റെ കുഞ്ഞിനെയോ ഇവര് വയനാക്കി തീർക്കാൻ കൊന്നു കളഞ്ഞത്. മരുമകൾക്ക് കുഞ്ഞില്ലല്ലോ, എന്നാ മകൾക്ക് വേണ്ടത് അങ്ങ് കരുത്തി കാണും. കരയാതെ രാധമ്മേ. അതെ, ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി വന്ന വഴി അവിചാരിതമായി കേട്ടതാ. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചൊരു പ്രശ്നം പാടില്ല. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോണം.
പൊന്നുമോളെ, നിങ്ങളെ മൂന്നുപേരെ പെറ്റു വളർത്തിയ അമ്മയാ ഞാൻ. ഈ അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല മോളെ. നിങ്ങൾ എന്താ പറഞ്ഞ? 3 മക്കളെ പെറ്റു വളർത്തിയെന്നോ? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടാവും 3 പേരെ. പക്ഷെ വളർത്തിയത് ഒരാളെ മാത്രം, ഈ നിൽക്കുന്ന രാജുവിനെ. പെൺകുഞ്ഞുങ്ങളെ അത്രയ്ക്ക് പുച്ഛം വെറുപ്പായിരുന്നെങ്കിലേ പ്രസവിച്ചപ്പോഴേ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ മോളെ? വിളിക്കരുത് എന്നെ. എനിക്കിങ്ങനൊരു അമ്മയില്ല. നിങ്ങളെന്റെ അമ്മയും അല്ല. അമ്മേ, ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവരാരും അത് വിശ്വസിക്കില്ല. നമ്മള് സഹിച്ചേ പറ്റൂ. ഇങ്ങനെ അമ്മമാരുണ്ടോ? അമ്മമാർക്ക് തന്നെ ശാപമാ സാറേ ഇവളെ പോലെയുള്ളവര്. കേട്ടിടത്തോളം ഇതൊരു ക്രൂരമായ കൊലപാതകമാണ്. എനിക്ക് കേസെടുത്തേ പറ്റൂ. ആ, കുട്ടിയുടെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. എന്താ പരാതി തരാൻ വല്ല മടിയുണ്ടോ? ഒരു മടിയില്ല. ആ, എന്റെ കുഞ്ഞിനെ കൊന്നവരെ ശിക്ഷിച്ചേ പറ്റൂ. പരാതി എഴുതാൻ എനിക്കൊരു പേപ്പർ പേനയും തന്നാ മതി. അടിയിൽ സൈൻ ചെയ്ത് തന്നാ മതി. ബാക്കി ഞങ്ങൾ എഴുതിക്കോളാം.